ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ടാക്സ് എന്താണെന്നായിരുന്നു. നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നടത്താം. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന് നമ്മൾ പേ ചെയ്യുന്ന ഒരു എമൗണ്ട്, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അതാണ്. നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന് നമ്മളൊരു എമൗണ്ട് പേ ചെയ്യുന്നു. അതിന് നമുക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എങ്കിലും നമുക്ക് ഈ റോഡ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ബ്രിഡ്ജസ്, അതുപോലെ ഡിഫൻസ്, അങ്ങനെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ആ ഒരു ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഗവൺമെൻറ് തരുന്നത് എന്തിൽ നിന്ന് പൈസ എടുത്തിട്ടാണ്? നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്യുന്ന എമൗണ്ടിൽ നിന്നാണ് ഗവൺമെൻറ് നമുക്ക് ഈ ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടാക്സാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞത് ടാക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ടാക്സ് എന്താണെന്ന് പറഞ്ഞു, ടാക്സ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ 2 ടൈപ്സ് ഓഫ് ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ഇൻകം ടാക്സ് പറഞ്ഞു. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ GST, കസ്റ്റംസ് ഡ്യൂട്ടിയും പറഞ്ഞു. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പവർ ടു ലെവി ടാക്സസ് ഇൻ ഇന്ത്യ. നമ്മൾ ടാക്സ് എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള പവർ അല്ലെങ്കിൽ അതോറിറ്റി ആർക്കാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. The authority to levy and collect a tax in India is derived from Article 265 of the Constitution of India. This article states, no tax shall be levied or collected except by authority of law. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 265. ആർട്ടിക്കിൾ 265 ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇതാണ് നമ്മുടെ ടാക്സ് കളക്ഷൻ പ്രോസസ്സിൻ്റെ, അതായത് ടാക്സ് ലെവി അല്ലെങ്കിൽ കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 265. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ്. അത് പറയുന്നത് എന്താ? നോ ടാക്സ് ഷാൽ ബി ലെവിഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ ദ അതോറിറ്റി ഓഫ് ലോ ഓതറൈസ് ചെയ്യാത്ത ഒരു വ്യക്തികൾക്കും ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അതാണ് നമ്മുടെ ആർട്ടിക്കിൾ 265 വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നോ ടാക്സ് നോ ലോ, അല്ലെങ്കിൽ നോ ലോ ഈസ് ഈക്വൽ ടു നോ ടാക്സ്. അതായത് ആർട്ടിക്കിൾ 265 പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലോ ഇന്ന ആളുകൾക്ക് ടാക്സ് കളക്ട് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന ആൾ ഇന്ന ടാക്സ് കളക്ട് ചെയ്യുക, മറ്റേ ആൾക്കാർ ഇന്ന ടാക്സ് കളക്ട് ചെയ്യുക. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആർക്കും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി നമ്മുടെ ഗവൺമെൻറ് തരുന്നില്ല. ഇനി സപ്പോസ് അങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനി പീപ്പിൾ, ആർക്കും എങ്ങനെയും എന്ത് രീതിയിലും എന്തിൻ്റെ പേരിലും ടാക്സ് ആയിട്ടൊരു എമൗണ്ട് കളക്ട് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെപ്പോലെയുള്ള കോമൺ പീപ്പിളിന് പറ്റുമോ? ഇല്ല. ഒരു ടാക്സ് നമ്മുടെ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കുവാണെങ്കിൽ അതല്ലേ. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ആർട്ടിക്കിൾ 265 പറയുന്ന ലോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യു ഹാവ് നോ അതോറിറ്റി ടു കളക്ട് ടാക്സ്. This provision ensures tax cannot be imposed arbitrarily by the government. The valid law passed by the competent legislature is mandatory. It protects citizens from unauthorized taxation. In simple terms, no law is equal to no tax. നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ 3 പോയിൻറ്റ്സ് പറയുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 265 ആർട്ടിക്കിൾ 265 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ലോ ഇല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലോ ഇല്ലെങ്കിൽ എന്താ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
ആർട്ടിക്കിൾ 246 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. ആർട്ടിക്കിൾ 246 മുമ്പ് നമ്മൾ പഠിച്ചത് ആർട്ടിക്കിൾ എത്രയായിരുന്നു? 265. ഇത് ആർട്ടിക്കിൾ 246. ഓക്കെ. ഇവിടെ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സേഷൻ പവേഴ്സ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നു നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത് തരുന്നില്ലെങ്കിൽ നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ ആ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണെന്നാണ് നോക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 246 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ട് പവേഴ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ. This distribution is based on the 7th schedule of the Constitution of India, which contains 3 lists. 7th ഷെഡ്യൂളും 3 ലിസ്റ്റും ഒക്കെ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 246 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഈ പറയുന്ന പോലെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ആർക്കൊക്കെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും. ഇനി 7th ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂളുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിലൊരു 3 ലിസ്റ്റ് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം സിമ്പിളായിട്ട് പഠിച്ചു. ആർട്ടിക്കിൾ 246 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടെന്ന് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു. ഇതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ബേസ് എന്ന നിലയിലാണ്. ആർക്കൊക്കെയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ. അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 246 ആണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ആർട്ടിക്കിൾ ഉള്ളത്. അത് ആർക്കൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും. ഇനി നമുക്ക് ഈ 7th ഷെഡ്യൂൾ എന്താ, 3 ലിസ്റ്റ് എന്താ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ 3 ലിസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. ദ 3 ലിസ്റ്റ് ഇൻ ദ 7th ഷെഡ്യൂൾ, ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതൊക്കെ ലിസ്റ്റാണ് 7th ഷെഡ്യൂളിൽ വന്നിരിക്കുന്നത്? ആ 7th ഷെഡ്യൂൾ ഏതൊക്കെയാണ്? 7th ഷെഡ്യൂൾ ഏത് ആർട്ടിക്കിളിൻ്റെ ബേസിസിലാണ് വന്നിരിക്കുന്നത്? ആർട്ടിക്കിൾ 246ൻ്റെ ബേസിസിൽ ഏതൊക്കെ ലിസ്റ്റാണ്? ഏതൊക്കെ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അങ്ങനെ 3 ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ മെയിനായിട്ട് അതിനെ ബേസ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുമാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. Only Parliament has the power to make laws, covers matters of national importance. Examples of tax: income tax other than agricultural income, customs duty, corporate tax. കീ പോയിൻറ്റ്സ്: എക്സ്ക്ലൂസീവ് പവർ ഓഫ് ദ സെൻറ്റർ. അതായത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നതാണ് ലിസ്റ്റ് 1 എന്ന് പറയുന്നത്. 3 ലിസ്റ്റാണുള്ളത്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3. അതിൽ ആദ്യത്തെ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. ഒൺലി പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു മേക്ക് ലോസ്. യൂണിയൻ ലിസ്റ്റിൽ നമ്മുടെ പാർലമെൻറ്റ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ നിയമങ്ങൾ ഉണ്ടാക്കാൻ, ടാക്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള അതോറിറ്റി ഉള്ളൂ. അതിൽ വരുന്നത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള മാറ്റേഴ്സിലുള്ള ഡിസിഷൻസാണ് യൂണിയൻ ലിസ്റ്റിൽ പാർലമെൻറ്റിൻ്റെ കേസിൽ വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്നായിരുന്നു? ഇൻഡയറക്റ്റ് ടാക്സ് ആണോ ഡയറക്റ്റ് ടാക്സ് ആണോ? ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്, അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം. ഇൻകം ടാക്സിൽ വരുന്നതാണ് അഗ്രികൾച്ചറൽ ഇൻകം. പക്ഷേ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വരുന്ന ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിനില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഓർത്ത് വെക്കണം. പിന്നെ അടുത്തത് കസ്റ്റംസ് ഡ്യൂട്ടി, പിന്നെ കോർപ്പറേറ്റ് ടാക്സ്. ഇതൊക്കെ യൂണിയൻ ലിസ്റ്റ്, അതായത് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. അടുത്താണ് കീ പോയിൻ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. നോക്കിയാൽ എക്സ്ക്ലൂസീവ് പവർ ഓഫ് ദ സെൻറ്റർ. അതാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഐറ്റംസിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളൂ. അതാണ് ലിസ്റ്റ് 1 എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ്, സെൻറ്റർ, യൂണിയൻ ലിസ്റ്റ്,
യൂണിയൻ ലിസ്റ്റിൽ പാർലമെൻറ്റിന്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ അതോറിറ്റി ഉള്ളൂ. അതിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻകം ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, കോർപ്പറേറ്റ് ടാക്സ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻകം ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ വരുന്നതാണെങ്കിലും അഗ്രികൾച്ചറൽ ഇൻകം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ വരുന്നതല്ല. അതാണ് ഇതിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നമ്മുടെ ആർട്ടിക്കിൾ ഏതായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ആർട്ടിക്കിൾ 246 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 246 ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നത്. പിന്നെ അതിൽ 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റായിട്ട് വരുന്നുണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3. അതിൽ ആദ്യത്തെ ലിസ്റ്റ് നമ്മൾ കണ്ടു, യൂണിയൻ ലിസ്റ്റ്. അടുത്താണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതിൽ വരുന്ന only സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ക്യാൻ മേക്ക് ലോസ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് മാത്രമേ ലോസ് മേക്ക് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളൂ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആദ്യം നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്, അടുത്തത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള അതോറിറ്റിയാണ് നമ്മൾ രണ്ടാമത്തെ ലിസ്റ്റ് കാണുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റ്. എക്സാമ്പിൾസ് ഓഫ് ടാക്സ്: അഗ്രികൾച്ചറൽ ഇൻകം. നമ്മൾ മുമ്പേ കണ്ടു, അഗ്രികൾച്ചറൽ ഇൻകം ഇമ്പോസ് ചെയ്യാനുള്ള അതോറിറ്റി, അഗ്രികൾച്ചറൽ ഇൻകത്തിലുള്ള ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിന് ഇല്ലയെന്ന് കണ്ടു. അപ്പോൾ ആർക്കാണ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി കിട്ടുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. പിന്നെ ലാൻഡ് റവന്യൂ. ലാൻഡ് റവന്യൂ എന്ന് വരുന്ന എമൗണ്ട് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ 3 നമുക്ക് എക്സാമ്പിളായിട്ട് ഓർത്തിരിക്കാം. എക്സ്ക്ലൂസീവ് പവേഴ്സ് ടു സ്റ്റേറ്റിനാണ് എക്സ്ക്ലൂസീവ് പവർ കിട്ടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ. ഇത്രയും കാര്യങ്ങളാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 2 ആണ്. അത് മെയിൻലി ഡിപ്പെൻഡ് ഓൺ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. എക്സാമ്പിൾ അഗ്രികൾച്ചറൽ ഇൻകം, ലാൻഡ് റവന്യൂ, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ഒക്കെ ഇതിൽ വരുന്നതാണ്. എക്സ്ക്ലൂസീവ് പവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് കിട്ടുന്നത്. ഓക്കെ, എക്സ്ക്ലൂസീവ് പവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഇത്രയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്. അത് ലിസ്റ്റ് 2 ആണെന്ന് പഠിച്ചു. എത്ര ലിസ്റ്റ് ഉണ്ട്? ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3. ലിസ്റ്റ് 2 നമ്മൾ പഠിച്ചു. അടുത്ത ലിസ്റ്റ് 3, കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റേറ്റ് ലിസ്റ്റും അല്ല, സെൻട്രൽ പാർലമെൻറ്റിൽ വരുന്ന യൂണിയൻ ലിസ്റ്റും അല്ല. പകരം എന്താ? ബോത്ത് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്ക് ലോസ്. ഇതിലെന്താ വരുന്നത്? ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 2. അതായത് പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഒരുമിച്ച് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു. അതാണ് ബോത്ത് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്സ് ലോസ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പാർലമെൻറ്റിനും ഒന്നിച്ച് ലോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓതറൈസേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂള് ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ബട്ട് ഇഫ് ദർ ഈസ് കോൺഫ്ലിക്റ്റ് സെൻട്രൽ ലോസ് പ്രിവെയിൽസ്. എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആരുടെ? സെൻട്രൽ ലോ ആണ് പ്രിവെയിൽ ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് നോട്ട്: taxes are mostly not included here. Taxation powers are mainly divided in between union and state list. അതായത് ടാക്സസ് കോമൺലി ഇതിൽ ഇൻക്ലൂഡ് ആവുന്നില്ല എന്ന് പറയുന്നത് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കളക്ട് ചെയ്യാനും ഇമ്പോസ് ചെയ്യാൻ, ലോസ് ഇമ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങളുമൊക്കെ മെയിനായിട്ട് വരുന്നത് ഏതൊക്കെ ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും ആണെന്നാണ് പറയുന്നത്. അതിൽ കൺകറൻറ്റ് ലിസ്റ്റിന് വലിയ റോളില്ല. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടാക്സ് ഇമ്പോസ് ചെയ്യാൻ ആർക്കൊക്കെ പവർ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ആണ് പഠിച്ചു. അതുതന്നെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തൊരു ഡീറ്റെയിൽഡ് വേർഷനായിട്ട് ആർട്ടിക്കിൾ 246 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് വരുന്നുണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 എന്ന് പറയുന്ന കൺകറൻറ്റ് ലിസ്റ്റാണ്. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റിനാണ് എക്സ്ക്ലൂസീവ് പവർ ഉള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ലെജിസ്ലേച്ചർ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് എക്സ്ക്ലൂസീവ് പവേഴ്സ് ടു മേക്ക് ലോസ് ഓൺ മാറ്റേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. പിന്നെ കൺകറൻറ്റ് ലിസ്റ്റ് ബോത്ത് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് അതിന് റോളുണ്ട്. അതിപ്പോൾ എത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് പവർ ടു ലെവി ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ നമ്മളൊരു ക്ലോസ് പറഞ്ഞായിരുന്നു. ഇൻകം ടാക്സിലുള്ളിൽ വരുന്നതാണ് അഗ്രികൾച്ചറൽ ഇൻകം എങ്കിലും ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും, അല്ല സെൻട്രൽ ഗവൺമെൻറ്. ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും അതിൽ വരുന്ന അഗ്രികൾച്ചറൽ ഇൻകം കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്.
ഇൻകം ടാക്സ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ. എൻട്രി 82 നമ്മളിനി പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻട്രിയാണ് എൻട്രി 82 എന്ന് പറയുന്നത്. എൻട്രി 82 ഓഫ് ദ യൂണിയൻ ലിസ്റ്റ്. പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു ലെവി ടാക്സസ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം. നമ്മൾ കണ്ട കാര്യമാണ്. അഗ്രികൾച്ചറൽ ഇൻകം അല്ലാത്ത Parliament has the power to levy tax on income other than agricultural income. ഇൻകത്തിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാനും ഒക്കെയുള്ള അതോറിറ്റി ആർക്കാണുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിൽ. പക്ഷേ അതിലൊരു ക്ലോസ് വരുന്ന അഗ്രികൾച്ചറൽ ഇൻകം പറ്റില്ല എന്നുള്ളതാണ്. ദിസ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ് ടാക്സസ് സാലറി, ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻസ് എക്സെട്ര. എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെയായിരുന്നു ടാക്സ് ചെയ്യുന്നത്? സാലറി ടാക്സ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഇൻകം ടാക്സ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ ടാക്സ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ വരുന്നത്. ഇൻകം ടാക്സിൽ വരുന്ന എന്തൊക്കെയായിരുന്നു? സാലറി, ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇതൊക്കെ ഇൻകം ടാക്സിൽ വരുന്നതാണ്. അഗ്രികൾച്ചറൽ ഇൻകം ഒഴിച്ച് ബാക്കിയെല്ലാം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ വരുന്നതാണ്. അതായത് ഡയറക്റ്റ് ടാക്സസ് എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ വരുന്നതാണ്. അതിൽ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം എക്സ്ക്ലൂഡഡ് ആണ്. ആ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ 82 എന്ന് പറയുന്നത്. അടുത്ത, സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ടാക്സ് ഓൺലി അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, ഈ അഗ്രികൾച്ചറൽ ഇൻകം അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ടാക്സ് ചെയ്യേണ്ട കാര്യമില്ലേ? അല്ലാതെ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ചെയ്യാതെ വിടാൻ പറ്റുമോ? അങ്ങനെയാണ് ഉള്ള കേസസിൽ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. അതാണ് ഇതിൽ പറയുന്ന അഗ്രികൾച്ചറൽ ഇൻകം പറയുന്ന സെക്ഷൻ എന്ന് പറയുന്ന എൻട്രി 82 ആണ്. എൻട്രി 82ലാണ് അഗ്രികൾച്ചറൽ ഇൻകം വരുന്നത്. അല്ലാതെ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കില്ല? അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ചെയ്യാനുള്ള അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിനില്ല. പകരം ആ അതോറിറ്റി ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഇത് വരുന്നത് എൻട്രി 82ലാണ്. എന്തുകൊണ്ടാണ് അഗ്രികൾച്ചറൽ ഇൻകം എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? അഗ്രികൾച്ചർ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, ഒരു സെൻട്രൽ സബ്ജക്റ്റ് അല്ല. സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ അഗ്രികൾച്ചറൽ ഇൻകം കളക്ട് ചെയ്യാനോ ഇമ്പോസ് ചെയ്യാനോ ഉള്ള ഒന്നും അതോറിറ്റി ഇല്ല. ദെയർഫോർ ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം ഫോൾസ് അണ്ടർ സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് വരുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെവിടെ വരും? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും. അത്രയാണ് നമ്മളിപ്പം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഞാൻ അടുത്തത് സമ്മറി ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചു ആർട്ടിക്കിൾ 265. ആർട്ടിക്കിൾ 265 വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പവർ ടു ലെവി ടാക്സ് എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു പവർ ടു ലെവി ടാക്സ് ഇസ് ഈക്വൽ ടു ആർട്ടിക്കിൾ 265. ആർട്ടിക്കിൾ 265 എന്ന് പറയുന്നത് അതിൽ പറയുന്നത് എന്താ? ഇന്ന ആൾ, ഇന്ന വ്യക്തി, ഇന്ന ആളുകളിൽ നിന്ന് ഇന്ന സ്ഥലത്തു നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ അതോറിറ്റി ഇല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. ലോയിൽ നിയമം അനുസരിച്ച് ആർക്കാണോ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത് അവർ ടാക്സ് കളക്ട് ചെയ്യുക. അല്ലാത്തവർക്ക് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. ആ ഒരു സിമ്പിൾ കോൺസെപ്റ്റ്, അതായത് നോ ടാക്സ് ഈസ് ഈക്വൽ ടു നോ ലോ, നോ ലോ ഈസ് ഈക്വൽ ടു നോ ടാക്സ്. അതാണ് നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 265 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നോ ടാക്സ് വിത്തൗട്ട് ലോ. ലോ ഇല്ലാതെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. ഈ ലോ എന്ന് പറയുന്നത് ആ ലോ ഉണ്ട്. ആ ലോ എന്താണെന്ന് ഉള്ളതാണ് അടുത്തത് വരുന്നത്. ലോ അനുസരിച്ച് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലോ ഏതാണ്? ആർട്ടിക്കിൾ 246 ആണ് ആ ലോ. ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുമ്പം ഈ പവർ നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 7th ഷെഡ്യൂളിൽ ഡിവൈഡ് ചെയ്തേക്കുവാണ് 3 ലിസ്റ്റായിട്ട്. നമ്മൾ ആ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് കണ്ടു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പം ഹോൾ പവേഴ്സ് ഇസ് ഗിവൺ ടു സെൻട്രൽ ടാക്സ്. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൊടുത്തേക്കുന്നത്. എക്സാമ്പിൾ ഇൻകം ടാക്സ്. രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുത്തേക്കുന്നത്. അതിൽ സ്റ്റേറ്റ് ടാക്സുകളാണ് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഡിസിഷൻ എടുക്കാനും ടാക്സ് ഇമ്പോസ് ചെയ്യാനും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതോറിറ്റിയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് കൊടുത്തേക്കുന്നത്. എക്സാമ്പിൾ അഗ്രികൾച്ചറൽ ഇൻകം. ഈ അഗ്രികൾച്ചറൽ ഇൻകം ഒരു കാരണവശാലും സെൻട്രൽ ഗവൺമെൻറ്റിന് ടാക്സ് ഇമ്പോസ് ചെയ്യാനോ കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. അടുത്താണ് കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിൽ എന്താ വരുന്നത്?
ഷെയർഡ് ആയിട്ടുള്ള പവേഴ്സാണ്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും വരുന്ന സംഭവങ്ങളുണ്ടാവും. പക്ഷെ ടാക്സ് എന്ന് പറയുന്നത് റെയർ ആയിട്ടായിരിക്കും കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. വേറെ കാര്യങ്ങളായിരിക്കും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാവുക. അങ്ങനെ 7th ഷെഡ്യൂൾ 3 ലിസ്റ്റ് നമ്മൾ പഠിച്ചു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ആർട്ടിക്കിൾ 265, ആർട്ടിക്കിൾ 246 അണ്ടറിൽ 7th ഷെഡ്യൂൾ വരുന്നുണ്ട്. അതിൽ 3 ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അടുത്ത എൻട്രി 82 എന്ന് പറയുന്ന പാർലമെൻറ്റ് ക്യാൻ ലെവി ഇൻകം ടാക്സ് എക്സെപ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം. ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രി 82 ആണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് ഉറപ്പായിട്ടും ഓർത്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രി 82 പാർലമെൻറ്റ് ക്യാൻ ലെവി ഇൻകം ടാക്സ് എക്സെപ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം കളക്ട് ചെയ്യാനും ഇമ്പോസ് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത് ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. അതേസമയം സെൻട്രൽ ഗവൺമെൻറ്റിന് ഇൻകത്തിൽ എത്ര ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടോ അത് ഏത് ഇൻകം ആണെങ്കിലും, സാലറി ആയിക്കോട്ടെ, ക്യാപിറ്റൽ ഗെയിൻസ് ആകട്ടെ, ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിക്കോട്ടെ, എന്ത് ഇൻകം ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിന് ടാക്സ് ഇമ്പോസ് ചെയ്യാനും ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടെങ്കിലും ഇൻകം ടാക്സിൻ്റെ ഉള്ളിൽ വരുന്ന അഗ്രികൾച്ചറൽ ഇൻകം ലെവി ചെയ്യാനോ കളക്ട് ചെയ്യാനോ ഇമ്പോസ് ചെയ്യാനുള്ള അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിന് ഇല്ല. ആ ഒരു ക്ലോസ് വരുന്ന എൻട്രിയാണ് എൻട്രി 82 എന്ന് പറയുന്നത്. എൻട്രി 82 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പാർലമെൻറ്റ് ക്യാൻ ലെവി ഇൻകം ടാക്സ് എക്സെപ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം. പാർലമെൻറ്റിന് ഏത് ഇൻകം വേണേലും ലെവി ചെയ്യാം, ഇമ്പോസ് ചെയ്യാം. പക്ഷേ അഗ്രികൾച്ചറൽ ഇൻകം ഓൾവേസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ ആദ്യം ആർട്ടിക്കിൾ 265 പഠിച്ചു, അതിനുശേഷം 246 പഠിച്ചു, അതിനുശേഷം എൻട്രി 82 എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ പവർ ടു ലെവി ടാക്സസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എല്ലാവരും റിവൈസ് ചെയ്യുക, പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഗോഡ് ബ്ലെസ് യു.